ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതൊരു കുക്കർ മത്തിയാണ്. കുക്കർ മത്തി എന്നും പറയാം, കുക്കറിലെ മീൻ പൊള്ളിച്ചതെന്നും പറയാം. രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്നത് ചെറിയൊരു മസാലയോട് കൂടിയിട്ടുള്ളതാണ്. രണ്ടാമത് കാണിക്കുന്നത് മസാല ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇപ്പോൾ നമുക്ക് കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം, ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഉണ്ടല്ലോ അത് കേട്ടോ. ഇനി നമുക്ക് ഈ കുരുമുളകും പെരിഞ്ജീരകം കൂടെ തരിതരിപ്പായിട്ട് പൊടിച്ച് കൊടുക്കാം കേട്ടോ. നൈസാവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലോ ഒരു വിധത്തിൽ പൊടിഞ്ഞ് കിട്ടുകയും വേണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 4-5 ചെറിയ ഉള്ളിയും പിന്നെ 1 ടീസ്പൂൺ വെള്ളുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചതച്ച് കൊടുക്കാം. വല്ലാതെ നൈസാവുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടെ ചതച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചതക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് മത്തി എടുത്തിട്ടുണ്ട്. കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 വലിയ നെയ്മത്തിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മസാല പുരട്ടി കൊടുക്കണം. മസാലയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ടും പിന്നെ മസാല ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും. ഇതാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ ചേർക്കാം. പക്ഷേ ടേസ്റ്റ് വരുന്നത് പുളി തന്നെയാണ് കേട്ടോ കുക്കർ മത്തിക്ക്. 1/4 കപ്പ് മുഴുവൻ ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഈ സമയം ഇതിൽ ഉപ്പും പുളിയും എരിവും നന്നായിട്ട് നോക്കുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ടിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കാൻ. ഇപ്പം എല്ലാ ഭാഗത്തേക്കും എല്ലാ ഗ്യാപ്പിലേക്കും ഞാൻ നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നന്നായിട്ട് മസാല ഉള്ളിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ മീനിൽ മസാല ഇവിടെ പിടിക്കുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ട് കേട്ടോ. അതും നമുക്ക് കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ച ഉള്ളി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് കുറച്ച് അധികം ഉണ്ടാക്കിയാലും മതി. ഞാനിതിലിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അധികം ഇട്ടിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ മസാല പരത്തിയിട്ടുണ്ടായിരുന്നില്ല മീനിലേക്ക്, അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലൗസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇത് കുറച്ചായതുകൊണ്ട് ഇടാതിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ എരിവ് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഇടാം. കുരുമുളക് വേണമെങ്കിൽ ചതച്ചിട്ട് അത് ഇടാം. ഇവിടെ പിന്നെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ്. അപ്പോൾ കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചിട്ടില്ല. അതിന് മുന്നേ നമുക്കിതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഓണാക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയുടെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല പരത്തി വെച്ച് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വയ്ക്കുക. ലാസ്റ്റ് മീൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില തോനുണ്ടെങ്കിൽ തോന ഇട്ട് കൊടുത്തോ. എൻ്റെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വേപ്പില തോനുണ്ടെങ്കിൽ തോന ഇട്ട് കൊടുത്തോ കേട്ടോ. കറിവേപ്പില ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കുക്കറിൽ പരത്തി വെച്ച് കൊടുക്കാം. എല്ലാ മീനും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് നമ്മുടെ കല്ലിൽ വെച്ചിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചതാണിത്. ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതെന്തായാലും ഒഴിവാക്കരുത്. ഇനിയിപ്പോൾ ഉലുവ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇതിലിട്ട് കഴിഞ്ഞാൽ മീനിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുകയേ ചെയ്യരുത്. കുറച്ചുകൂടെ ചതച്ച ഉള്ളി ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേപ്പില ഉള്ളതിനനുസരിച്ച് തോന ഇട്ട് കൊടുത്തോ. വേപ്പില എത്രയും തോനുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പില കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി മീൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീനിൻ്റെ മുകളിൽ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. മൊത്തം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. അടച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം.
ഇനി ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം ഒരു വിസിലടിക്കുന്ന വരെ നമുക്ക് ഓൺ ചെയ്യണം. അതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ആക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പതുക്കെ മീൻ ഉടയാതെ. ഇപ്പം മീനൊക്കെ കുക്കായിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗം മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട. കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അടിക്ക് പോലും പിടിച്ചിട്ടില്ല. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ്. ഇതിനിപ്പോൾ ഞാൻ ഈ വശം കൂടെ ഒരു വിസിലടിക്കുന്നവരെ വേവിക്കുന്നുണ്ട്. അതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. വല്ലാണ്ട് മൊരിയിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇതൊരു പൊള്ളിച്ച മത്തിയുടെ ഒരു ലെവലിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി മീൻ നിങ്ങൾക്ക് രണ്ട് സൈഡും ഒന്ന് മൊരിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതലായിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമ്മൾ മീൻ തിരിച്ചിട്ടതിന് ശേഷം 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് തിരിച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും മറ്റേ ഭാഗം ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള കുക്കർ മത്തി എങ്ങനെ നോക്കാം. അത് ഞാൻ വിശദീകരിച്ച് കാണിക്കുന്നൊന്നുമില്ല. നേരത്തെ എടുത്തിട്ടുള്ള അതേ അളവിലാണ് ഇതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളൂ. ഒരു കുക്കർ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും ഉലുവയും നേരത്തെ എടുത്ത അതേ അളവിലെടുത്തിട്ട് ഒരുമിച്ചിട്ട് പൊടിച്ചതാണിത്. അത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മീൻ വെച്ച് കൊടുക്കുക. മീൻ മസാല പറ്റാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ മീൻ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പൊടി കുറച്ചുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീൻ മസാല പറ്റിയതിന് ശേഷം ബാക്കിയുള്ള പുളിവെള്ളം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ ഒരു വിസിലടിക്കുന്നവരെ വേവിക്കുന്നു. അതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ വീണ്ടും ചെയ്യുന്നത്. ഇനി വീണ്ടും കാണിച്ചിട്ട് ലെങ്തി ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അങ്ങനെ നമ്മൾ 2 രീതിയിലുള്ള കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതും നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. കുക്കർ കഴുകേണ്ട ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.